അതിജീവിതയെ രാഹുൽ ഈശ്വർ അപമാനിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് ഭാര്യ ദീപ രാഹുൽ ഈശ്വർ. സ്റ്റേഷനിൽ ഹാജരാകാൻ രാഹുലിന് നോട്ടീസ് ലഭിച്ചിരുന്നില്ലെന്നും പറഞ്ഞ വാക്കുകൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നെന്നും ദീപ പറഞ്ഞു. റിമാൻഡ് ചെയ്തപ്പോൾ ജയിലിനുള്ളിൽ നിരാഹാര സമരം ഇരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതിജീവിതയെ രാഹുൽ ഈശ്വർ അപമാനിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് ഭാര്യ ദീപ രാഹുൽ ഈശ്വർ. പോലീസ് വീട്ടിൽ വന്നപ്പോൾ നോട്ടീസ് തന്നിരുന്നില്ല. എന്നാൽ നോട്ടീസ് തന്നിട്ടും കൈപ്പറ്റാൻ വിസമ്മതിച്ചതായാണ് പോലീസ് ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും കള്ളമാണ്. തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനമെന്നും രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ പറഞ്ഞു. അതേസമയം സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും. ഇന്നലെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ACJM കോടതി തള്ളിയിരുന്നു. 14 ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ ഇട്ടത് ചെറുതായി കാണാൻ ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം ACJM കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചതിനാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നിയമപരമല്ലെന്നും യുവതിയുടെ പേര് പറയുകയോ ചിത്രം പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചത്. നോട്ടീസ് നൽകിയിട്ടും കൈപ്പറ്റാതിരുന്ന പ്രതി ചെയ്തത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നും പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി സമാനമായ കുറ്റകൃത്യങ്ങൾ പതിവായി ചെയ്യുന്ന വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. 1 മണിക്കൂർ നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം മജിസ്ട്രേറ്റ് ചേംബറിൽ വീഡിയോ പരിശോധിച്ച ശേഷം വിധി പ്രസ്താവിച്ചത്. അന്വേഷണം നടക്കുമ്പോൾ രാഹുൽ ഇത്തരം വീഡിയോ ചെയ്തത് നീതീകരിക്കാൻ കഴിയില്ല. പോലീസ് ഹാജരാക്കിയ തെളിവുകൾ കുറ്റം കൃത്യമായി പ്രാഥമികമായി വ്യക്തമാക്കുന്നു. ജാമ്യം നൽകിയാൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ACJMന്റെ വിധിയിൽ പറയുന്നു. അതേസമയം ജയിലിനുള്ളിൽ നിരാഹാര സമരം ആരംഭിച്ച് രാഹുൽ ഈശ്വർ ഇന്നലെ രാത്രി മുതൽ ഭക്ഷണം ഒഴിവാക്കിയിരിക്കുകയാണ്. വെള്ളം മാത്രം മതിയെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ജില്ലാ ജയിൽ B ബ്ലോക്കിലാണ് രാഹുൽ ഈശ്വർ കഴിയുന്നത്. അതെ, ഇന്നലെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മൾ ജ്യൂസും ഭക്ഷണം അവിടെ എൻ്റെ ഭക്ഷണമെങ്കിലും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചില്ല, അത് വാങ്ങിയില്ല, മാറി എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു അത് നിരാഹാര സമരം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. പണ്ട് ശബരിമലയുടെ വിഷയം വന്നപ്പോൾ അദ്ദേഹം ഇത് തന്നെയായിരുന്നു ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനായിരിക്കും. അത് ഞാനത് അറിഞ്ഞിട്ടില്ല, കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ ഉള്ളിൽ നിന്നും. പക്ഷെ എന്തായാലും സമരം തുടരുക തന്നെയാണെന്നാണ്. ഞാനിപ്പോൾ ഇന്ന് പോയി ഒന്ന് കാണുന്നുണ്ട്, അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ആണ് 100%. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർ ഒരു നോട്ടീസും തരാതെയാണ് വന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നിട്ട് ലൈവിനകത്ത് തന്നെ കാണാൻ പറ്റും. 7 മണിക്ക് മുമ്പ് തിരിച്ച് എത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് പോണത് തന്നെ. അത് നമുക്കൊരു പ്രതീക്ഷയുമില്ല, ഇതൊരു നോട്ടീസാണോ, ഹാജരാകണം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഫുൾ കള്ള കേസാണ്. എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. പിന്നെ ഇന്നലെ ബെയില് റിജക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 75(1) എന്ന് പറയുന്ന ആ സെക്ഷനകത്തുള്ള പറഞ്ഞ ഏതോ വീഡിയോസിനകത്തുള്ള ഏതൊക്കെയോ കോണ്ടന്റ്, അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. ഏത് വീഡിയോയിൽ എക്സാക്ട്ലി ഏത് കോമന്റ് ആണെന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും തുടർ നടപടികളിലേക്ക് നമുക്ക് ബഹുമാനപ്പെട്ട കോടതിനെ എതിർത്ത് പറയുന്നതല്ല. പക്ഷെ ഇതൊക്കെ ഒരു ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ. എന്താണ് വളരെ ഗൗരവമായ പരാമർശം, എന്താണ് അല്ലാത്തെന്നുള്ളതൊക്കെ ഒരു ജഡ്ജിയുടെ ഇതാണല്ലോ. അപ്പം ശരിക്കും ആദ്യം ഈ കേസിന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് വിക്ടിമിന്റെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് രാത്രിയിലാണ് ചേർത്തത്. അപ്പം പിന്നെ കോടതിയിൽ പറഞ്ഞപ്പോൾ പോലും ഇവർക്ക് എന്താണ് സെക്ഷലി കളർഡ് റിമാർക്സ് എന്നുള്ളത് എടുത്തു പറയാൻ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടേക്കോ ഇത് അറസ്റ്റ് ആദ്യം നടക്കട്ടെ, കുറ്റം പിന്നീട് കണ്ടുപിടിക്കാം എന്നൊരു മട്ടിലേക്ക് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പം ഇനിയും മുമ്പോട്ട് പോകാൻ അത്രയേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഈ വന്നൊരു ബെയിൽ റിജക്റ്റ് ആയി വന്നപ്പോൾ ഉണ്ടായ ഒരു വിഷമമുണ്ടല്ലോ. കാര്യം എന്താ വെച്ചാൽ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് അങ്ങനെ എന്താ പറയാ, ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നും അല്ല. ഇപ്പം ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെ, ഇതിനകത്ത് ഇപ്പൊ ഇര എന്ന് പറയുന്ന ഒരാളില്ല, 2 വ്യക്തികളാണ്. ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു, മറ്റൊരു വ്യക്തി പറയുന്നതിനുള്ളിലും കള്ളമുണ്ട്, അതിനകത്തും തെറ്റായ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തുറന്നു വിളിച്ച് പറഞ്ഞതിനാണല്ലോ ഇപ്പൊ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പം അതിനോടുള്ളൊരു പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം. അല്ല, ഭാഷ എന്ന് പറയുന്നതൊക്കെ വളരെ സബ്ജക്റ്റീവ് അല്ലേ. ഇപ്പം സെക്ഷലി കളേർഡ് റിമാർക്സ്, ഇപ്പൊ ആർക്കാണ് അത് സെക്ഷലി കളേർഡ് റിമാർക്സ് ആയിട്ട് തോന്നുക? ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 10 പേരിൽ 5 പേർക്ക് അങ്ങനെ തോന്നാം, 5 പേർക്ക് അതൊരു വലിയ കുഴപ്പമില്ലെന്ന് തോന്നാം. ഇതൊക്കെ വളരെ സബ്ജക്റ്റീവായ കാര്യമല്ലേ. അല്ല, POV വെച്ച് കാണണമല്ലോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാക്കിയെല്ലാം മാറ്റി നിർത്തി
അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എടുക്കണമെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ മോശപ്പെട്ട ഏതെങ്കിലും ഒരു വാക്കോ അത്രയും മോശപ്പെട്ട ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചതായിട്ട് പറയണം. അതെന്താണെന്നുള്ളത് പ്രോസിക്യൂഷൻ തന്നെ എടുത്ത് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഏത് വാക്ക് ഉദ്ദേശിച്ചതാണ് ഈ സെക്ഷലി കളർഡ് റിമാർക്സ്, അത് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ആർക്കും പറ്റുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ അയച്ചെന്ന് കണ്ടോ ഈ വാക്ക് സെക്ഷലി കളർഡ് റിമാർക്കാണ് എന്ന് പറയാനാണെങ്കിൽ നമുക്കത് നോക്കാം, ഓക്കെ അങ്ങനെയാണോ അല്ലേ. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കകത്ത് അങ്ങനെ ഒരു ചൊവ്വയുണ്ട് എന്ന രീതിയിലൊക്കെ ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ശരിയും തെറ്റെന്ന് പറയുന്നത് ഫൈൻ ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഭാഷ എങ്ങനത്തെ ഭാഷയാണ് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ഏത് ക്ലാരിറ്റി വേണമല്ലോ അതിന്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ തോട്ട്സ് ആണ്. അപ്പം ആളുടെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ, ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടോ, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ആ കുട്ടിയെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിയെല്ലാം ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ അല്ലേ.